ഇന്നത്തെ നമ്മുടെ യാത്ര ചെറായി ബീച്ചിലേക്കാണ് കേട്ടോ. ചെറായി ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ മിക്കപ്പോഴും ബീച്ചിലേക്ക് പോകാറുണ്ട്. പലപ്പോഴും പോകുന്ന ഒരു പ്ലേസ് ഈ ബീച്ചാണ് കേട്ടോ. പല ബീച്ചുകളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പോകുന്നതും കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യുന്നതും ഈ ചെറായി ബീച്ചിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ മെയിൻ എൻട്രൻസിൻ്റെ ഒക്കെ അല്ല കയറാറ്. അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് ബൈക്കൊക്കെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാൻ പറ്റുന്ന ഒരു വഴിയുണ്ട്. അപ്പോൾ അതിലേക്കൂടെയാണ് കേട്ടോ, ആ വഴിയാണ് ഈ കാണുന്നത്. ഇതിൽ കൂടെയാണ് നമ്മൾ എപ്പോഴും പോകാറുള്ളത്. അത് കഴിഞ്ഞ് ഇവിടെ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് മെയിൻ എൻട്രൻസിലൂടെ പോകാറുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് എന്തുകൊണ്ടാണ് ഈ വഴി ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ അധികം തിരക്കുണ്ടാവില്ല. നമ്മൾ മെയിൻ എൻട്രൻസ് ആയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു പ്രൈവസി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മിക്കപ്പോഴും ഈ ഒരു പ്ലേസാണ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ സൺസെറ്റ് കാണാനായിട്ട് നമ്മളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വല വീശുന്ന അവിടെ അടുത്തുള്ള ആളുകളും അവരുടെ ഫാമിലിയും അങ്ങനെ കുറച്ച് പേര് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. ബീച്ച് കാണാനായിട്ട് വരുന്നവരൊന്നും തന്നെ ആ ഏരിയയിലേക്ക് വരാറില്ല. അതുതന്നെയാണ് ആ ഭാഗത്തെ പ്രത്യേകതയും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളതിലേക്ക് ആ സൈഡ് വഴി നമ്മൾ കയറാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പറയാറില്ലേ, ബീച്ചിലേക്ക് പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വൈബായിരിക്കും എന്നുള്ളത്. അതായത് നമ്മുടെ സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും നമ്മുടെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒറ്റപ്പെടലുകൾ, ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ബീച്ചിൽ പോയിരിക്കുമ്പോൾ നമ്മുടെ പല ചിന്തകളും അല്ലെങ്കിൽ പല വിഷമങ്ങളും നമ്മൾ പലപ്പോഴും മറക്കാറുണ്ട്. കടലിലെ തിരമാലകൾ പോലെ നമ്മുടെ മനസ്സിനെ ഒന്ന് റീഫ്രഷാക്കി എടുക്കാനായിട്ടുള്ള ഒരു പവർ നമ്മുടെ ഈ കടലിനുണ്ട് എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ. നിങ്ങൾക്കും ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും എനിക്ക് അവിടെ പോയിരിക്കുമ്പോൾ കുറേ നേരം നമ്മൾ കടലിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നല്ലൊരു വല്ലാത്തൊരു മനസ്സിന് ഒരു പ്രത്യേക ഒരു സുഖം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോകാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുഞ്ഞൂസിനിപ്പോൾ ബീച്ചിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ തന്നെ കടലിലേക്ക് ഇറങ്ങുകയെന്ന് വെച്ചാൽ നമുക്കൊരു വല്ലാത്തൊരു ഹരമാണല്ലേ. നമ്മളങ്ങോട്ട് മാടി വിളിക്കുന്നത് പോലെ തന്നെയാണ് ആ കടൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞൂസ് കുറച്ചിറങ്ങിയെന്ന് പറഞ്ഞിട്ട് പിന്നെയും അങ്ങോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു, കുളിച്ചു, കളിച്ചു. കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത ശേഷമാണ് നമ്മൾ അവിടെ നിന്നും മെയിൻ എൻട്രൻസ് വഴിയിട്ട് കയറാനായിട്ട് പോയത് കേട്ടോ. അവിടെ തന്നെ അവിടെ ഉണ്ടാക്കിയാൽ പോവും. Okay, what are you doing here?
മണ്ണ് കണ്ണിക്ക് പോവും. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. 1-2 ഡാൻസിൻ്റെയൊക്കെ കുറച്ച് റീൽസ് എടുക്കാനുള്ള കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു. ഇപ്പൊക്കെ നമ്മളങ്ങനെ എടുത്ത് കണ്ട് കുറേ നാൾ കഴിയുമ്പോൾ അത് കാണുമ്പോൾ രസമല്ലേ. അതുകൊണ്ട് ജസ്റ്റ് ഫോർ ഫൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ഞങ്ങളെടുത്തത്. അപ്പോൾ അങ്ങനെ 1-2 വീഡിയോസ് എടുക്കുന്ന ഒരു ഇതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മെയിൻ എൻട്രൻസ് വഴി, അതായത് നമ്മുടെ ബീച്ചിലേക്ക് കയറുന്ന മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്താറായപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ ബീച്ച് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു. അപ്പോൾ അറിയില്ലായിരുന്നു, നമ്മളവിടെ ചെന്നപ്പോഴാണ് ഫെസ്റ്റിൻ്റെ കാര്യം അറിഞ്ഞത്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള ഇതേപോലെ ക്യാമൽ, അതുപോലെ ഹോഴ്സ്, അങ്ങനെയുള്ള റൈഡ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഒരു റൗണ്ട് അതിന് പുറത്ത് കയറി ഒരു റൗണ്ട് നമുക്ക് ചുറ്റാം കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് ഒരു തവണ നമ്മുടെ ഹോഴ്സിൻ്റെ പുറത്ത് കയറി ആ ഒരു റൗണ്ട് ആ ഗ്രൗണ്ടിലൊന്ന് ചുറ്റുന്നതിന് അവർ ചാർജ് ചെയ്യുന്ന ഫീസ്. അതുപോലെ നമ്മുടെ ക്യാമലിൻ്റെ പുറത്തിരുന്ന് ഫോട്ടോ എടുക്കുന്നതിന് അതിൻ്റെ ഹാഫ് പ്രൈസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അവിടെ ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഹോഴ്സിൻ്റെ പുറത്തും അതുപോലെ ക്യാമലിൻ്റെ പുറത്തുമായിട്ട് കയറുന്ന ധാരാളം പേര് കയറാനായിട്ട് നിൽക്കുന്നത് കണ്ടു. കുഞ്ഞുസത്തിൽ ക്യാമലിൻ്റെ പുറത്താണ്. ഹോഴ്സ് ഓൾറെഡി അവൻ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അവന് ക്യാമലിൻ്റെ പുറത്ത് കയറാനായിരുന്നു ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ കയറ്റി ഒരു റൗണ്ട് ചുറ്റി കേട്ടോ. പിന്നെ അവിടെ കുറേ ഇതുപോലെ എല്ലാ ഭാഗത്തുമായിട്ടും ഫുഡ് കോർട്ടുകളുണ്ടായിരുന്നു. ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ബജ്ജികൾ, അതുപോലെ നമ്മുടെ നാടൻ വിഭവങ്ങൾ, ഫ്രൈഡ് ഐറ്റംസ്, ഐസ്ക്രീം, അങ്ങനെയുള്ള അതുപോലെ ഡ്രിങ്കുകൾ, പലതരത്തിലുള്ള സർബത്തുകൾ, ജ്യൂസുകൾ, അങ്ങനെ പല ഫുഡ് കോർട്ടുകൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് കേട്ടോ. ധാരാളം ഐസ്ക്രീം വണ്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ ഇതുപോലെ തന്നെ വാങ്ങി കഴിക്കുന്നുണ്ട്. അതുപോലെ പല റൈഡുകളിലും കയറുന്നുണ്ട്, പാർക്കിൽ കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു രസകരമായിരുന്നു കേട്ടോ. അപ്പോൾ ആളുകൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ചെന്നതിൻ്റെ തലേദിവസമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളുകൾ വരുന്നേ ഉള്ളൂ, വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ടിങ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആളുകൾ ഈവനിങ് ആയപ്പോൾ മുതൽ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ആളുകൾ വരുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, അങ്ങനെ നല്ലൊരു രസമായിരുന്നു. ക്യാമറ हमारी कहाँ से लगता है ഇവിടെ പോകേണ്ടത് നമ്മൾ പുറത്തൊന്നും വരാനുള്ളൂ.
വരൂ